നമസ്കാരം. ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഫ്ലൈറ്റിൽ കയറുന്നവരാണ്. പക്ഷേ ഈ ഫ്ലൈറ്റ് റിവേഴ്സ് പോകുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആർക്കും അത്ര പരിചയമില്ല. ഒരു ഫ്ലൈറ്റും റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം റിവേഴ്സ് പോകാറില്ല എന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഞാനത് കണ്ടു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് റിവേഴ്സ് പോകുന്നത് ഇതുപോലത്തെ ഒരു ലോഡർ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തതിന് ശേഷം ആ ഫ്രണ്ടിലത്തെ വീല് ഈ ലോഡർ നേരെ പൊക്കി അതിൻ്റെ മേലെ വെച്ചതിന് ശേഷം അത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അത് അവിടെ നിന്നൊരു വയറ് ഇത് ഓടിക്കുന്ന ആളുടെ ഒരു ഹെഡ്സെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള സന്ദേശം ഇവർക്ക് കിട്ടും. അതിനുശേഷം ഇതേപോലെ ബാക്കിലോട്ട് തള്ളിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഫ്ലൈറ്റിന് റിവേഴ്സ് ഗിയറില്ല. ചില ആൾക്കാർ പറയുന്നിട്ടുണ്ട് ഫ്ലൈറ്റ് റിവേഴ്സ് പോകുന്നു. പക്ഷേ അങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് അതിൻ്റെ ഒരു തെളിവാണിത്. കണ്ടോ, ഇതിങ്ങനെ പുറകിലോട്ട് തള്ളി കൊണ്ടുപോയിട്ട് അവരതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിൽ കൊണ്ടുപോയിട്ട് നിർത്തി കൊടുക്കും. അതിനുശേഷം അതവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഫ്ലൈറ്റ് മുൻപോട്ട് പോകുന്നത്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാനിത് റിയാദ് എയർപോർട്ടിൽ നിന്ന് പകർത്തിയൊരു ദൃശ്യമാണ്. അപ്പം ഇങ്ങനെ അപൂർവമായിട്ടാണ് ഇങ്ങനെ കിട്ടാറ്. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വിഷ്വൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനൊരു നല്ലൊരു വിഷ്വൽ കിട്ടിയപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറേ ദൂരം പുറകിലോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയതിന് ശേഷം അവിടെ ചെന്ന് തിരിച്ച് കറക്റ്റായിട്ടൊരു പൊസിഷനുണ്ട്. വെറുതെ തിരിച്ച് നിർത്തല്ല. അതിൻ്റെ റൺവേ തന്നെ അവർക്ക് പിന്നെ ഇത്രയും സമയമായിട്ട് എൻജിൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങോട്ട് തിരിച്ച് കണ്ട അതേപോലെ തിരിച്ച് നിർത്തി അത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തിയതിന് ശേഷമേ ലോഡർ അവിടെ നിന്ന് റിമൂവ് ചെയ്യുള്ളൂ. ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. അതിൻ്റേതായ പൊസിഷനിലേക്കാണ് പോകുന്നത്. കറക്റ്റായിട്ട് കണ്ടോ, അവിടെ ഒരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നാലും അത് അപ്പുറത്ത് കൂടി ഒരു ഫ്ലൈ ദുബായിലെ ഒരു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നത് നിർത്തിയതിന് ശേഷമാണ് ഇത് അവിടെ നിന്ന് ഊരിയെടുക്കുക. എന്തായാലും നല്ലൊരു കാഴ്ചയല്ലേ കാണാൻ പറ്റിയത്. ഇങ്ങനെ അപൂർവമാണ് ഇങ്ങനെ കിട്ടാറ്. ഇത്ര ക്ലിയറായിട്ട് കിട്ടാറില്ല. കാരണം തൊട്ടടുത്ത് നമുക്ക് ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും മാത്രമേ കാണാറുള്ളൂ. ഇതിപ്പോൾ സൗദി എയർലൈൻസിൻ്റെ ചെറിയ ഫ്ലൈറ്റാണത്. ഇതിവിടെ ലോക്കലായിട്ട് സൗദിയിലുള്ളിൽ തന്നെ പോകുന്ന ഒരു സംഭവമാണ്. ഇവിടെ പുറത്തുനിന്നുള്ള സൗണ്ട് ഇതിനകത്ത് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കാതെയാണ് ഇതിൻ്റെ വോയിസ് ഓവർ ചെയ്യണത്. ഇത് അടുത്തൊരു ഫ്ലൈറ്റും കൂടി അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫ്ലൈനാസിൻ്റെ. ഇതും ഇതേപോലെ ലോഡർ കണക്ട് ചെയ്തു. അതിനുശേഷം
ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വീല് ശരിക്കും പൊക്കി ഇതിനകത്തോട്ട് വെക്കുവാണ്. വെച്ചതിന് ശേഷമാണ് ഇവർ ബാക്കിലോട്ട് തള്ളിക്കൊണ്ടു വന്നത്. ഇങ്ങനെ ആരെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ പുറകിൽ കൂടെ കണ്ട വരിയായിട്ട് പറന്നുയരാൻ വേണ്ടി തയ്യാറാകുന്ന ഫ്ലൈറ്റുകളാണ് നിൽക്കുന്നത് മുഴുവനും. ബാക്കിൽ 1 മണിക്കൂറിൽ എത്ര എണ്ണമാണ് വരിയായി പറക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കണത്. ബസ് ഒരെണ്ണം പോണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.